നരവനയിൽ നയതന്ത്രമോ എന്നാണ് ചോദ്യം. അങ്ങേയറ്റത്തെ പാളിപ്പോയ നയതന്ത്രമാണ് ഇന്ന് ലോക്സഭയിൽ നമ്മൾ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം എത്ര യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്? 5 യുദ്ധങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൽ 4 എണ്ണം പാകിസ്ഥാനെതിരെ. 1947-48, 1965, 1971, 1999 കാർഗിലിൽ. പിന്നീട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരുമൊക്കെ നമ്മൾ തിരിച്ചടിയാണ് കൊടുക്കുന്നത്. അതൊരു വലിയ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് പരിണമിച്ചിട്ടില്ല. പിന്നീടൊരു യുദ്ധം ചൈനയ്ക്കെതിരെയാണ്. അത് 1962. അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 3 യുദ്ധം, അതിൽ 2 എണ്ണം പാകിസ്ഥാനെതിരെ വിജയിക്കുന്നു. ചൈനയ്ക്കെതിരെ നമുക്ക് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് ബംഗ്ലാദേശിനെ മുക്തമാക്കുന്ന മുജീബ് റഹ്മാനെതിരെ യാഹ്യ ഖാൻ നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണം. 4-മത്തത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ 1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുമ്പോൾ, അഥവാ ഇന്ത്യക്കൊരു തീരുമാനമെടുക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അത് 1947-48 പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാവട്ടെ, 65 ആവട്ടെ, 71 71 കഥ നമ്മൾ ഇപ്പോഴും പാടി നടക്കുന്ന കഥയാണ്. എന്താണ് 71 യാഹ്യ ഖാൻ അന്ന് മുജീബ് റഹ്മാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 99% പിന്തുണയോടുകൂടി വിജയിച്ചു വരുമ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുന്ന സമയത്ത് പലായനം ചെയ്തു വന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും മുക്തിവാഹിനി പോലെ അവിടെ പ്രതിരോധിച്ച് നിർത്താൻ ഒരു സേനയെ ഇന്ത്യ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. നോക്കുവന്നു, പാകിസ്ഥാനോടൊപ്പം ചൈന നിൽക്കുന്നു, അമേരിക്ക നിൽക്കുന്നു. നിക്സൺ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. ആ സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായൊരു നിലപാട് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നു, അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്ത അഭയാർത്ഥി പ്രവാഹമുണ്ട്, എന്ത് ചെയ്യണം? അന്ന് ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ ദുർഗാവാഹിനിയായി ഇന്ദിരാഗാന്ധി മാറുന്ന സന്ദർഭമായിരുന്നു അത്. നിക്സൺ സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന ധാരണയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് 7ാം കപ്പൽപ്പടയെ അയക്കാൻ തീരുമാനിക്കുന്നു. പോയി പണി നോക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. 1971 ഡിസംബർ മാസം 3-ാം തീയതി പാകിസ്ഥാന്റെ ആർമി ഇന്ത്യയെ കയറി അടിക്കുമ്പോൾ അന്ന് ഓ ഗോഡ് താങ്ക് പാകിസ്ഥാൻ അറ്റാക്ഡ് ഇന്ത്യ. അതൊരു അവസരമായി കണ്ട് നമ്മൾ 11 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ആർമിയെ തുരത്തുക മാത്രമല്ല ചെയ്തത്, പാകിസ്ഥാനെ വെട്ടിപ്പിളർന്ന് 2 രാജ്യമാക്കി മാറ്റി കഷണമാക്കി കയ്യിൽ വെച്ച് കൊടുത്തു. ഇന്ത്യ പറയുന്നിടത്ത് പാകിസ്ഥാന് ഒടുവിൽ തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടാക്കി. 71 ആരാ തീരുമാനമെടുത്തത്? അന്ന് മനേക്ഷയുണ്ടല്ലോ. അന്ന് മിലിറ്ററി മാത്രമാണോ തീരുമാനമെടുത്തത്? അതിന് സ്ട്രോങ് ആയിരുന്നൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് 47-48 സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ സർദാർ പട്ടേൽ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് അന്ന് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുന്നതിനും കാശ്മീരിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിനും കാരണമായി മിലിറ്ററി ആക്ഷന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അതായത് ഓരോ ഘട്ടത്തിലും അതിനു പിന്നിൽ ഒരു മിലിറ്ററി ഡിസിഷൻ ഉണ്ടെങ്കിൽ, ഒരു യുദ്ധപ്രഖ്യാപനമോ യുദ്ധത്തിന് സമാനമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ, ഒരു മിലിറ്ററി ആക്ഷന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവും. അതാണ് ഇന്ത്യയുടെ കരുത്ത്, പാകിസ്ഥാൻ ഇല്ലാത്തതും. എന്നാൽ ഇവിടെ നോക്കൂ, നരവനെ കൊണ്ടുവരുന്ന ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിനെതിരെയുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചരിത്രമല്ല യഥാർത്ഥത്തിൽ 2019-2020 നടന്നത്. 2020 ആ ആക്രമണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നരവനെ തൻ്റെ പുസ്തകത്തിൽ. പക്ഷേ ആ പുസ്തകം ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. എന്നാൽ ഈ പുസ്തകം എഴുതുന്നത് പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 448 പേജുള്ള ഈ മനോജ് മുകുന്ദ് നരവനെ എന്ന നമ്മളുടെ മുൻ കരസേന മേധാവിയുടെ പുസ്തകം 2023 അന്ന് പരിശോധന തുടങ്ങിയതാണ് പ്രതിരോധ വകുപ്പ്. കാരണം കരസേന മേധാവിമാർ പുസ്തകം എഴുതിയാൽ അതിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് പ്രതിരോധ മന്ത്രാലയമാണ്. പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. അപ്രൂവൽ സ്റ്റേജിലാണ് എന്നാണ് ഓരോ നിഷേധിച്ചിട്ടുമില്ല. അതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഈ നരവനെ അഭിമുഖം നടത്തുമ്പോൾ പറയുന്നുണ്ട് അപ്രൂവൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി അതെല്ലാം പെൻഗ്വിൻ ബുക്സ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ പുസ്തകം ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ആ പുസ്തകത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗം ഇപ്പോൾ കാരവൻ മാഗസിൻ നരവനീസ് മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്ന ആർട്ടിക്കിളിൽ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിന് വിവരമാണ് നേരത്തെ ജിമ്മിയും പിയാസുനിലും പറഞ്ഞത്. 2020 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയിലെ ആ തണുപ്പുള്ള രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ പറയുന്നില്ലേ, 8:15 4 ടാങ്കുകൾ ഈ നോർത്തേൺ കമാൻഡിന്റെ ഭാഗമായ റിച്ചിൻലായിൽ ഈസ്റ്റേൺ ലഡാക്കിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെ തരിച്ചിരുന്നു പോയി താനെന്നാണ് പറയുന്നത്. ആരാണ് വിവരം അറിയിക്കുന്നത്? ലഫ്റ്റനന്റ് ജനറലായ യോഗേഷ് ജോഷി 8:15 ആർമി ചീഫിന് വിവരം കൊടുക്കുകയാണ്. 4 ടാങ്കുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നോർത്തേൺ കമാൻഡ് വഴി റിച്ചിൻല വഴി കടന്നു വരുന്നു. എന്തു ചെയ്യണം?
ഓരോ അടി ഉയരത്തിലും നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജിക് പൊസിഷൻ. പാങ്കോങ് തടാകത്തിൻ്റെ താഴ്വരയിൽ ഈ ഗാൽവൻ വാലിയിൽ ദോക്ലാം റീജിയനിൽ ഇന്ത്യക്കൊരു സ്ട്രാറ്റജിക് പൊസിഷനുണ്ട്. നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. 4 ടാങ്കുകൾ വരുന്നത് വളരെ കൃത്യമായി ഇന്ത്യൻ ആർമി അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. ജൂൺ മാസം 19, 20 തീയതികളിലാണ് തോന്നുന്നു ആ ഗാൽവനിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. മെയ് മാസത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ആ ഏറ്റുമുട്ടലിന് തുടർച്ചയായിട്ട് ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും കൂടുതൽ ശക്തമായ രീതിയിലുള്ള ചൈനീസ് സന്നാഹം ഉണ്ടാകുന്നു എന്ന് ഭയക്കുന്നു. നോക്കൂ, ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. ഒരു ഡിസിഷൻ വേണം. സെക്കൻഡുകൾക്കുള്ളിൽ ഓരോ മിനിറ്റ് മുൻപേയും ഒരു ഡിസിഷൻ വന്നാൽ അത്രയും നല്ലത്. ആരെയൊക്കെ വിളിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ചു, ബിപിൻ റാവത്തിനെ വിളിച്ചു. തൊട്ട് മുകളിൽ അദ്ദേഹമാണ്. ബിപിൻ റാവത്തിനെ വിളിച്ചു, മറുപടിയില്ല. നേരെ 8:15 ആകുമ്പോഴേക്കും രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. രാജ്നാഥ് സിംഗ് അജിത് ഡോവലുമായും അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായും സംസാരിക്കുന്നു. ജയശങ്കറിനെ വിളിക്കുന്നുണ്ട്, വിദേശകാര്യമന്ത്രിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരും മറുപടി നൽകാതിരിക്കുകയും ഏകദേശം 2-2.25 മണിക്കൂർ സമയം മുൾമുനയിൽ നിർത്തുകയും ചെയ്തു. അതിനുശേഷം വന്ന മറുപടിയാണ് നമ്മളെ സ്തബ്ധരാക്കി മാറ്റിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ജോ ഉചിത് സംജോ വോ കരോ, ഉചിതമായത് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ്. വാസ് ഇറ്റ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ? ഇതൊരു രാഷ്ട്രീയമായ തീരുമാനമാണോ? ഉചിതമായത് ചെയ്യൂ എന്ന് ഒരു ആർമി ചീഫിനോട് പറയുന്നതാണോ പൊളിറ്റിക്കൽ ഡിസിഷൻ? അതിനുശേഷം അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. ഞാൻ തരിച്ചിരുന്നു പോയ അവസ്ഥ, കുറച്ച് ഹോട്ട് പൊട്ടറ്റോസ് കയ്യിൽ കിട്ടിയ അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ്. എന്തൊക്കെ ആലോചിക്കണം. യുദ്ധമുണ്ടായാൽ സപ്ലൈനെ തുടർന്ന് നിർത്താൻ പറ്റുമോ? കോവിഡ് കാലമാണ്, സാമ്പത്തിക പ്രതിസന്ധി ഇത് ബാധിക്കില്ലേ? പാകിസ്ഥാനോടൊപ്പം ചൈന ചേരാൻ പോവുകയല്ലേ? ചൈനയ്ക്കൊപ്പം പാകിസ്ഥാൻ ചേരാൻ പോവുകയല്ലേ? അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. ഏതൊക്കെ രാജ്യങ്ങൾ നമുക്കൊപ്പം നിൽക്കും? ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കും? ഏതൊക്കെ രാജ്യങ്ങൾ ചൈനയ്ക്കൊപ്പം നിൽക്കും? എങ്ങനെയാണ് ഒരു പുതിയ റീജിയണൽ അലയൻസ് ഉണ്ടാവുക? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ അല്ലേ? എന്നിട്ട് എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, ഐ ഹാഡ് ബീൻ ഹാൻഡഡ് എ ഹോട്ട് പൊട്ടറ്റോ വിത്ത് ദീസ് കാട്ട് എ blanche, the onus was now totally on me. I took a deep breath and sat silently for a few minutes. ഞാൻ തരിച്ചിരുന്നു പോയി എന്നുള്ളതാണ്, നിശ്ചലനായിരുന്നു പോയി എന്നുള്ളതാണ്. ഇത് വെളിപ്പെടുത്തുന്നത് ഒരു കരസേനാ മേധാവിയാണെന്നേ. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, രാഷ്ട്രീയ തീരുമാനമായി ഒരു സംഘർഷ സമയത്ത് ഒരു തീരുമാനവും വന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. രാഷ്ട്രീയ നേതൃത്വം സന്ദിഗ്ധമായൊരു ഘട്ടത്തിൽ തീരുമാനമെടുക്കാതെ ഒഴിഞ്ഞു നിന്നു, ഇവേസീവായി. ഇത് ശരിയാണോ എന്നതാണ് ചോദിച്ചത്. ഇത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് യഥാർത്ഥത്തിൽ ചോദിപ്പിക്കുകയായിരുന്നു തേജസ്വി സൂര്യ ഇന്ന് ചോദിക്കുകയായിരുന്നു. തേജസ്വി സൂര്യ ഇന്ന് പാർലമെന്റിൽ ഇത് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ്. ഇരന്നു വാങ്ങിയ അടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത്. എന്നിട്ട് ഈ കാരവൻ എടുത്ത് കാരവനിലെ ലേഖനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ റൂൾ 349 പ്രകാരം എന്താ റൂൾ 349(1) പറയുന്നത്? റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ഹൗസ്. എ മെമ്പർ ഷാൾ നോട്ട് റീഡ് എനി ബുക്ക്, ന്യൂസ് പേപ്പർ ഓർ ലെറ്റർ എക്സെപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദി ഹൗസ്. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് സഭയിലെ നടപടിയുമായി ബന്ധപ്പെട്ടതല്ലാത്തത് എന്നാണ് പറയുന്നത്. ഇത് സഭയുടെ നടപടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. സഭയിലെ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ? തേജസ്വി സൂര്യ കോൺഗ്രസിൻ്റെ കാലത്ത് 1965 നെഹ്റുവിൻ്റെ കാലത്ത് ചൈന പിടിച്ചത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഈ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണോ? അവിടെ നടന്നത് എന്താ? രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയല്ലേ? ആ നന്ദിപ്രമേയ ചർച്ചയിൽ ഇല്ലാത്തൊരു വിഷയം കൊണ്ടുവരുന്നത് തേജസ്വി സൂര്യയാണ്. തേജസ്വി സൂര്യ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി കാരവൻ കോട്ട് ചെയ്തുകൊണ്ട് നരവനെയുടെ പുസ്തകത്തെ അധികരിച്ച് നൽകാൻ ശ്രമിച്ചത്. അതിന് എല്ലാവരും കൂടി കടന്നാക്രമിക്കായിരുന്നു. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, കിരൺ റിജ്ജു. എന്നിട്ടും പലതവണ 2 മണിക്കൂറിനുള്ളിൽ 3 തവണയാണ് പ്രസംഗം തടസ്സപ്പെടുത്തി അഡ്ജേൺ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു വരാൻ പാടില്ല. അതായത് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന നെഞ്ചളവും ഈ രാജ്യസ്നേഹവും എല്ലാം വെറും പടമായിരുന്നു എന്നൊരു പക്ഷേ ഇത് പുറത്തു വന്നാലോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, ദേശസ്നേഹത്തിൻ്റെ കറൻസി ഒരു വലിയ രാഷ്ട്രീയ മൂല്യമുള്ള കറൻസിയാണെന്ന് തെളിയിച്ച സർക്കാർ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒ വി വിജയനെ ഉദ്ധരിക്കാറുള്ളത്. എപ്പോഴെങ്കിലും രാജാവിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിർത്തിയിൽ വെടിമുഴങ്ങും എന്ന് പറയുന്നത് പോലെ ദേശസ്നേഹത്തിൻ്റെ മറവിൽ അധികാരം പിടിക്കുന്ന ഒരു വിഭാഗത്തിന് തങ്ങളുടെ ദേശസ്നേഹം വ്യാജമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തുമ്പോൾ അത് കണ്ടിരിക്കാൻ എങ്ങനെയാണ് സാധ്യമാവുക? അതുകൊണ്ടായിരുന്നില്ലേ? 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തേജസ്വി സൂര്യ എന്താ ചോദിച്ചത്? കോൺഗ്രസ് നേതാക്കളുടെ രാജ്യസ്നേഹം ഒന്ന് തെളിയിച്ചിട്ട് വരണം എന്നാണ് തേജസ്വി സൂര്യ പറഞ്ഞത്. തെളിയിക്കണോ? നെഹ്റു എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്? 3529 ദിവസം. ഗാന്ധി ജയിലിൽ കിടന്നതോ 2338 ദിവസം. ഓരോ കോൺഗ്രസ് നേതാവിനെയും നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ജയിലഴിക്കുള്ളിൽ 6-7 വർഷം തടവിന് വിധിക്കപ്പെട്ട്, കഠിന തടവിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരാണ് അവരിൽ പലരും. അവരിൽ പലരുടെയും ദേഹത്തേറ്റുവാങ്ങിയ മുറിവുകൾ,
അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യര്, ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തൂക്കുമരങ്ങളിലേക്ക് നടന്നു കയറിപ്പോയ ഭഗത് സിംഗിനെ പോലെയുള്ള മനുഷ്യര്, ഇവരൊക്കെ ചേർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത്. അപ്പോഴുണ്ടായിരുന്നല്ലോ ഒരു ചങ്ങാതി സവർക്കർ, 4 മാപ്പും 5ാമത് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടിയിട്ട് അവരെ പുകഴ്ത്തുന്ന സത്യവാങ്മൂലവും കൊടുത്ത് പിതൃസഹജമായ കവാടങ്ങളിലൂടെ അല്ലാതെ ധൂർത്തനായ ഈ പുത്രൻ എവിടെയാണ് കടന്നു ചെല്ലാൻ കഴിയുക എന്ന് നാണം കെട്ടും മാപ്പ് പറഞ്ഞ ചരിത്രമല്ലേ ഈ പറയുന്ന തേജസ്വി സൂര്യയുടെ രാഷ്ട്രീയത്തിന് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ളൂ? അവരാണോ കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്, കോൺഗ്രസിനെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? അതുകൊണ്ട് അതെല്ലാം പൊളിഞ്ഞ് പാളീസായ കഥകളാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ലോക്സഭയിലെ സർക്കാരിൻ്റെ പ്രകടനം അതീവ ദയനീയമായിരുന്നു. പരിഭ്രാന്തിയോടുകൂടി സർക്കാർ ഇങ്ങനെ പാഞ്ഞു നടക്കുകയായിരുന്നു. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇത് ചട്ടത്തിലില്ല, ഇത് റൂളിലില്ല, ഇത് രാജ്യസ്നേഹമല്ല. എന്നിട്ട് വീണ്ടും കിരൺ റിജ്ജു പറയുന്നു, നിങ്ങൾ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. യു ആർ ഗോയിങ് ടു ബിലിറ്റിൽ ദ ഇന്ത്യൻ ആർമി. ആണോ? സൈന്യത്തെക്കുറിച്ചാണോ പറയുന്നത്? ഈ സൈന്യത്തെക്കുറിച്ച് ഈ സേനാ നായകൻ എത്രമാത്രം ബുദ്ധിമുട്ടേറിയാണ് ആ തീരുമാനമെടുത്തത്. വളരെ സ്ട്രാറ്റജിക്കലി അന്ന് അദ്ദേഹം എടുത്ത തീരുമാനമാണ് പിന്നീട് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാതെ പോയത്. ഈ പുസ്തകത്തിന് ഒരു ബ്ലബ് കൂടിയുണ്ട്. ആ ബ്ലബ് എഴുതിയിരിക്കുന്ന ആരെന്നറിയാമോ? വി.പി. മാലിക്കാണ്. ആരാണ് വി.പി. മാലിക്? കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ധീരസേനാ നായകനാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ആ ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം ഇൻഫോർമേറ്റീവ് ആണ്, എക്സൈറ്റിംഗ് ആണ്, ഡീറ്റെയിൽഡ് ആൻഡ് കാൻഡിഡ് നേച്ചറിലാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ്. ആധികാരമല്ലാത്തവ വായിക്കരുത് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി അത് നരവനയുടെ മാത്രം മറുപടിയല്ല, വി.പി. മാലിക് എന്ന സേനാനായകൻ മറുപടി കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ സേനയുടെ 2 കരസേനാ മേധാവിമാർ സാക്ഷ്യപ്പെടുത്തിയ പുസ്തകം, ഒന്നൊരാൾ എഴുതുന്നു നരവനെ, മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തുന്നു വി.പി. മാലിക്. അത് പാർലമെന്റിൽ പറയുന്ന സമയത്ത് ആധികാരികമല്ലാത്ത ഗ്രന്ഥമായി മാറുന്നു. അത് അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും ഒരിക്കൽ ഇത് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 വർഷമായി നമ്മൾ അതിൻ്റെ കാത്തിരിപ്പിലാണ്. പുസ്തകം ഉടൻ പുറത്തിറങ്ങും. എന്തായാലും കാരമലിയ ലേഖനം സൂപ്പർ ഹിറ്റാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നരവനയിൽ നയതന്ത്രമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരുടെയും മറുപടി. Meet the editors.